സാധാരണ സീരിയലുകളിൽ നിന്നും മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വേറിട്ട ഒരു അനുഭവം നൽകിയ സിറ്റ്കോം പരിപാടി പോലെയുള്ള ഒരു സീരിയലായിരുന്നു ഉപ്പും മുളകും. ഇപ്പോഴും ഉപ്പും മുളകും ഉണ്ട് എങ്കിലും നമ്മുടെ ബാലുവിനെയും നീലുവിനെയും എല്ലാം നമ്മൾ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബാലുവും നീലുവും 5 മക്കളും മുടിയനും ലച്ചുവും ഒക്കെ അടങ്ങുന്ന ഈ കുടുംബം 4-5 മക്കൾ പാർക്കുട്ടിയൊക്കെ വന്നപ്പോൾ പിന്നെ ഉത്സവ പ്രതീതിയായിരുന്നു പാറമടയിൽ വീട്ടിൽ. ശരിക്കും പറഞ്ഞാൽ ഉപ്പും മുളകിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ബാലുവിന്റെയും നീലുവിന്റെയും അഭിനയം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവരുടെ തിരിച്ചുവരവാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു വെറൈറ്റി സീരിയൽ അനുഭവം കൊടുത്ത ഒരു ഷോയാണ് അല്ലെങ്കിൽ സീരിയലാണ് ഉപ്പും മുളകും. ഒരു സിറ്റ്കോം പോലെയൊക്കെ തോന്നുന്ന ഒരു സീരിയൽ. അതിൽ നമുക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല, അമ്മായിയമ്മ പോരില്ല, തല്ലില്ല, വഴക്കില്ല, ശത്രുതയില്ല, കുശുമ്പില്ല. എന്നാൽ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും 5 മക്കളും തമ്മിലുള്ള സ്നേഹവും വഴക്കും അവിടെ ഉണ്ടാകുന്ന നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതാണ് ഉപ്പും മുളകും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവച്ചത്. ഇത്രയും നാളുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉപ്പും മുളകും ആരംഭിക്കുന്നത് വരെ ഉണ്ടായിരുന്ന സദാ സീരിയലിന്റെ ഒരു രീതിയെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഉപ്പും മുളകും ഒരു വേറിട്ട പരിവേഷത്തോടെ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ബാലുവിനെയും നീലുവിനെയും മുടിയനെയും അങ്ങനെ എല്ലാവരുടെയും ശിവാനിയെയും എല്ലാവരെയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തു. സീരിയൽ പ്രേമികളും സീരിയൽ വിരോധികളും മലയാള ടെലിവിഷൻ പ്രേക്ഷകരെ ഇങ്ങനെ രണ്ടായി തരം തിരിച്ചാലും തെറ്റില്ല. എന്നാൽ കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ ഒന്നാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും. വൻ പ്രേക്ഷക പിന്തുണയോടെ കഴിഞ്ഞ 4 വർഷമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന് മുന്നേറുകയാണ് ഈ കുടുംബ കോമഡി സീരിയൽ. ടെലിവിഷനിൽ മാത്രമല്ല യൂട്യൂബിലും ഉപ്പും മുളകിന് നിരവധി ആരാധകരാണ് ഉള്ളത്. ഒരുപക്ഷെ ചാനലിൽ ഉപ്പും മുളകും കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ യൂട്യൂബിലായിരിക്കും ഈ സീരിയൽ കണ്ടിട്ടുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും കണ്ണീർ സീരിയലുകളോട് വിരോധം പ്രകടിപ്പിക്കുന്നവർ പോലും ഈ സീരിയലിന്റെ ആരാധകരായി മാറുന്നത്? പൊതുവെ കണ്ണീർ സീരിയലുകളോടും കുടുംബ അന്തരീക്ഷത്തിലുള്ള പരമ്പരകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കൾ പോലും ഉപ്പും മുളകും എന്ന സീരിയലിന്റെയും അതിലെ അഭിനേതാക്കളുടെയും ആരാധകരായി മാറിയിരുന്നു. കുട്ടികളും യുവാക്കളും മുതൽ മുതിർന്നവരെ വരെ ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പുമുളകിന്റെ പുതിയ വിശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉപ്പുമുളക് ഇടയ്ക്ക് ബിജു മാറി, നീലു മാറി, അങ്ങനെ എല്ലാം ഉപ്പുമുളക് ഇപ്പോൾ വേറൊരു പരിവേഷത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പ്രിയപ്പെട്ട പലരും ഇന്ന് ഉപ്പുമുളകിലില്ല. എന്നാൽ പഴയ ഉപ്പുമുളകും തിരിച്ചെത്തുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. ബാലുവായിട്ട് ബിജു സോപാനം വരുന്നുവെന്നും നീലുവായി എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ താരം അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നീലുവായിട്ട് എത്തുന്നത് മറ്റൊരു താരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ബിജു സോപാനം സീരിയലിൽ ഇപ്പോൾ മുന്നോട്ട് വരാൻ പോകുന്നു. ബിജു സോപാനത്തിന് ഇടയ്ക്ക് സീരിയലിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി, അതിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ ആയ ഒരാളിൽ നിന്നും ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ ഒരു ലൈംഗിക ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഇവർ ആ സീരിയലിൽ നിന്നും പുറത്തേക്ക് മാറിയത് തന്നെ. എന്നാൽ ഇപ്പോൾ ബിജു സോപാനം മടങ്ങി വരുന്നു. എന്നാൽ നീലു ആയി താൻ ഇനി മടങ്ങി വരില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് താരമെന്നാണ് അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നീലുവായിട്ട് മറ്റൊരു താരമാണ് എത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഉപ്പും മുളകിന്റെ ഒരു USP എന്ന് പറയുന്നത് ചിലപ്പോൾ അധികം ഡ്രാമ ഇല്ലാതെ പറഞ്ഞു പോകുന്ന സീരിയലിന്റെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പും മുളകിൽ. കണ്ടുകണ്ട് ആ വീടും വീട്ടിലെ അംഗങ്ങളും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടാകാം എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതും ഈ ജനപ്രിയതയ്ക്ക് ഇളയം പറയും ഇങ്ങനെ വന്ന് കയറി തുടങ്ങിയില്ല, ഇങ്ങനെ പോയി ഏത് മനസ്സുകൊണ്ടാണ്, പക്ഷേ സ്നേഹക്കുറവുകൊണ്ടല്ല. ഇപ്പം ഇതിൽ തന്നെ കാണിക്കുന്നില്ലേ, മക്കൾക്ക് മാർക്ക് കുറവാണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും, വടിയെടുത്ത് അടിക്കില്ലേ. പക്ഷെ ഈ അച്ഛൻ നെഞ്ചിലിട്ടിരിക്കും. അടുത്ത പ്രാവശ്യം എങ്ങാനും മാർക്ക് കുറയുമെങ്കിൽ ഞാൻ നെഞ്ചിലിട്ടിച്ച് ചാവും. അപ്പം അങ്ങനെ ഒരു അച്ഛൻ വീട്ടിനകത്ത് പ്രശ്നമാണെങ്കിലും നാട്ടുകാർക്ക് ഒരു കൗതുകമാണ്. അതെ, അല്ലേ, ഒരു പ്രത്യേക മനുഷ്യൻ. അപ്പൊ ഈ നാടകത്തിൽ നിന്ന് വരിക എന്നുള്ളൊരു നമ്മുടെ മനസ്സിലൊരു നാടകമുണ്ട്. പക്ഷെ കാവാലം സാറിന്റെ നാടകങ്ങൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ പെട്ടെന്ന് പണ്ട് നമ്മൾ അമ്പലപ്പറമ്പിൽ കണ്ട വളരെ ലൗഡ് ആയിട്ടുള്ള നാടകങ്ങളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വളരെ കാവ്യാത്മകമായ രീതിയിൽ ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പം ചേട്ടൻ
സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരാളാണ് കാവാലം സാറിന്റെ കളരിയിലേക്ക് എത്തിപ്പെടുന്നത്. So, ആ ഒരു ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് തന്നെയായിരുന്നില്ലേ ആ ഒരു? അത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരെ സമീപിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ വീടിനടുത്തുള്ള നമ്മളെ അരുണൻ ചേട്ടൻ കാവല സാറിൻ്റെ അവിടെ വീണ വായിക്കുന്നത്. അവിടെ സംസ്കൃത നാടകങ്ങളെന്ന് അറിയാമല്ലോ. ഭാസൻ്റെയും കാളിദാസൻ്റെയും ബോധായനൻ ഭവഭൂതി അങ്ങനത്തെ ഇത് ആൾക്കാരുടെ സംസ്കൃത നാടകങ്ങളാണ് കൂടുതൽ. പിന്നെ സാറിൻ്റെ നാടകം ഒന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. എനിക്ക് അഭിനയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. നെടുമുടി വേണുചേട്ടനെ പരിചയപ്പെടുക, ഇത്രയേ ഉള്ളൂ എൻ്റെ ആദ്യത്തെ. അപ്പോൾ ഞാനത് അരുണചേട്ടൻ്റെ പറഞ്ഞു, അരുണചേട്ടൻ പോയിട്ട് വേണുചേട്ടനെ പറഞ്ഞു. കാരണം വേണുചേട്ടൻ്റെ അവിടെ വീട്ടിലും വീണ വായിക്കാൻ പഠിപ്പിക്കാൻ അരുണചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ വേണുചേട്ടനെ പറഞ്ഞത് എത്രയും ആഗ്രഹം കൊണ്ട് നടക്കണമെങ്കിൽ അവന് എന്തൊരു ബേസ് വേണം, വെറുതെ ചാൻസ് ചോദിച്ചു നടന്ന കാര്യമില്ല, പണിക്കർ സാറിനോടെ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പണിക്കർ സാറിനോടെ പോകുന്നത്. പിന്നെയാണ് അറിയുന്നത് നാട്യശാസ്ത്രാനുഷ്ഠിതമായ നാടകമാണെന്നും തൗര്യത്രിക നാടകം എന്ന് പറയുന്നത് ഗീതവാദ്യ നൃത്തം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്നും പിന്നെ ഈ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഭരഗോപി ചേട്ടനും വേണുചേട്ടനും നമ്മളെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യണതിന് അറിയുന്ന സാറാണ്. അയ്യോ, അത് വലിയ വലിയ കാര്യങ്ങളാണ്. മലയാള സിനിമയുടെ കൈതപ്ര സാറ് അവിടെ ഇങ്ങനെയല്ല, ഫാസിൽ സാറാണ് ആദ്യം തിരുവാഴിത്ത നാടകത്തിൽ ഫാസിൽ സാറും നെടുമുടി വേണുചേട്ടനായിരുന്നു. ഇതൊക്കെ അറിയണം അവിടെ ചെന്നതിന് ശേഷമാണ്. അപ്പം ഇത്രയും ഒരു സ്ഥലത്താണോ ചെന്ന് പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം എല്ലാവർക്കും അവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ശിവനാണെങ്കിൽ കൃഷ്ണൻകുട്ടി ആരാമോ ശിവൻ, പിന്നെ ചിലരുടെ അച്ഛൻ കഥകളിക്കാരനായിരിക്കാം, പെൺകുട്ടികളെല്ലാം മോഹിനിയാട്ടം ബേസ് ഉള്ളവരാണ്. അപ്പം ഞാൻ മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത, എന്നാൽ നാടകത്തിന് പോകണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ വടിയെടുക്കുന്ന വീട്ടുകാരുടെ ഇടയിൽ നിന്നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് എനിക്ക് പിന്നെ സിനിമ അങ്ങ് മറന്നു. കാരണം പിന്നെ സിനിമ മറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ വേഷം ചെയ്യുന്നത് തന്നെ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൂടെ ശ്രദ്ധിച്ച് പിന്നെ അവിടുത്തെ പ്രധാന വേഷങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ സിനിമ എപ്പോഴും മറന്നു തന്നെ പറയാം. പിന്നെ സിനിമ വേറെ ലോകത്തേക്ക് പോയതാണ്. പിന്നെ ഇത് യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഇപ്പൊ ഈ നമ്മളെ ട്രിവാൻഡ്രത്തെ ഒരു ജനറൽ കൾച്ചർ, ഇപ്പൊ വീട്ടില് നാടകത്തിന് കാണാൻ പോയാൽ തന്നെ അടി കിട്ടും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ ഗവൺമെന്റ് ജോലി ഒരെണ്ണം ഒപ്പിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ വീട്ടിൽ നിന്നുള്ളത്. അപ്പൊ അതിൽ നിന്നും ഈ ഒരു നടനായി എത്തുക എന്നുള്ളതൊരു വലിയ ചലഞ്ചാണ്. നമ്മള് അച്ഛനമ്മമാര്, ബന്ധുക്കള്, നമ്മുടെ സമൂഹത്തിൽ അന്നൊക്കെ ഒരു അക്സെപ്റ്റൻസ് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നില്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയം? ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 21 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പണിക്കർ സാറിൻ്റെ അവിടെ പോയി. പിന്നെ അവിടെ 22 വർഷം അവിടെ നിന്നു പണിക്കർ സാറിൻ്റെ കൂടെ. അപ്പോൾ ഈ കാലയളവിലൊക്കെ കൂടെയുള്ള ആൾക്കാർ ഗവൺമെൻറ് ജോലി, കല്യാണം, വീട് വയ്പ്പ്, ഞാൻ എല്ലാ കല്യാണത്തിനും പോവും, സദ്യ ഉണ്ണും. അപ്പോൾ കൂടെ ഉള്ളവർ തന്നെ വീട്ടുകാരെക്കാൾ കൂടുതൽ ഉപദേശിക്കണം, നിനക്കിത് പറ്റുമോ, സൈഡായിട്ട് എന്തെങ്കിലും നോക്ക്. കാരണം ഇത് വിജയത്തിലെത്താൻ വലിയ പാടാണ്. കാരണം ലക്ഷങ്ങൾ ഇറങ്ങി തിരിച്ചാൽ 1-2 പേരെ വിളിച്ചാൽ, അതും ഇത് ജീവിത മാർഗമായിട്ട് എടുക്കണമെങ്കിൽ വലിയ പാടാണ്. നമുക്ക് പറയാൻ പറ്റും നാളെ ഞാൻ ഒരു കാര്യം ചെയ്യാം, 2 പാട്ട് പാടി ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അഭിനയിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് നമ്മളൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും വേണ്ട, വീടും വേണ്ട, ഭാര്യയും വേണ്ട, നല്ല വസ്ത്രങ്ങളും വേണ്ട, നല്ല വാഹനങ്ങളും വേണ്ട, എനിക്ക് അഭിനയിച്ചാൽ മതി. ആ ഒറ്റ ഇതിലാണ് ഞാൻ കാവല സാറിൻ്റെ കൂടെ. പക്ഷെ ഒരു കാര്യം, അതൊരു തണലും കൂടെ ആയിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ഈ തള്ളക്കോഴി ചിറകിനടിയിലെ പോലെയാണ് നമ്മളെല്ലാം കാവല സാറിൻ്റെ ചിറകിനടിയിൽ അങ്ങനെയാണ് നിന്നത് തന്നെ. പിന്നെ ആ സാറിൻ്റെ ഈ പറയുന്ന അസുഖങ്ങളുടെ അവസാന സമയത്ത് എന്നെ തൊട്ടുമുമ്പായിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അതിന് മുമ്പ് ഞാൻ വേറെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്ക് ബെഞ്ചേഴ്സിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രൊഫസറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സാറുമായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചില നാടകങ്ങളോടും അവിടെ ചെയ്യും ഇവിടെ ചെയ്യും. ഇത് തിരക്കായി. പിന്നെ സാറ് എന്നെ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ്. സാർ ഒരിക്കലും അങ്ങനെ പറയാറില്ല. കാരണം എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ നാടകങ്ങളും രീതികളും ഒക്കെ വ്യത്യാസമാണ്. ഇവിടെ ഒരു നമ്മള് പക്കാ ഒരു എന്താ പറയുക കമേഴ്ഷ്യൽ സ്റ്റൈലിലുള്ളൊരു ഷൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നാടകത്തിന്റെ ശൈലിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മളിപ്പോൾ